അവിടെ നോക്ക്. ഒരുപാടിട്ട് കറക്കി എന്ത് പറ്റും, പെട്ടെന്ന് സൈഡിൽ വരും. അപ്പൊ അതൊക്കെ അനക്കിയാ മതി മാം. കിട്ടിയാ? നേരെ കിട്ടുമ്പോ നേരെ ആക്കിയത്, നേരെ ആക്കി വെക്കും മോളെ. പിന്നെ രണ്ട് സൈഡ് നോക്കാതെ ഇങ്ങനെ ഫ്രണ്ട് നോക്കി പോകും. ദൂരെ നോക്കി പോ മാം. ഇപ്പോഴും ചുവടാ നോക്കുന്നത്. ദൂരെ നോക്ക്, ദൂരോട്ട് നോക്കി ഓടിച്ചങ്ങ് പോയിക്കാൻ. ഇറങ്ങിയാ മതി. ദൂരോട്ട് സൈഡിലേക്ക് മാറുന്നു തോന്നിയാ അതിനെ മാറ്റി കൊടുക്കും. ദൂരെ നോക്ക്. ഇങ്ങനെ പോയാ മതി മാം, ഇങ്ങനെ പോയാ മതി. വണ്ടി ഏതെങ്കിലും സൈഡ് പിടിക്കുന്നതായിട്ട് തോന്നണ്ട. അപ്പൊ അങ്ങനെ തന്നെ ഉരുണ്ടുരുണ്ട് പോയാ മതി. പതുക്കെ പോയാ മതി. കുഴപ്പമില്ലാതെ പോന്നു. അങ്ങനെ തന്നെ പോട്ടെ. ഇനിയാ അപ്പൊ ഇച്ചിരി ഇങ്ങോട്ട് പിടിക്കും. വട്ടം കറക്കാതിരുന്നാ മതി. ഇച്ചിരി അങ്ങോട്ട് പിടിച്ചു വെച്ചു. വണ്ടി മാറുന്നെന്ന് തോന്നണം. കണ്ടാ മാം? പേടിക്കല്ലേ മാം. പേടിക്കല്ലേന്ന് പറഞ്ഞാൽ നിർത്തിയേക്കുന്നേ. പേടി തോന്നുമ്പോ നിർത്തിയിട്ട് ആലോചിക്കുക അങ്ങോട്ട് പോണോന്ന്. വരുന്നുണ്ട് അടുത്ത കുരിശ്. കണ്ണ് കെട്ടി വിടണമെന്ന് തോന്നുന്നു ഇതിനെ. ഇവിടെ ഈ കുരിശ് വരുന്നുണ്ട്. തന്നെ എടുക്കത്തില്ല, ആളിരുന്നാലും ഓടിക്കുക. അടുത്ത കുരിശ് കാണാപ്പാടം എല്ലാരും കേട്ടാ. അല്ല, നമ്മൾ ഇവിടെ തന്നെ താമസിക്കാൻ തുടങ്ങി 10-15 വർഷമായില്ലേ. നമുക്ക് എല്ലാത്തിനും പൊക്കെടുത്തിട്ട് ഇടിച്ചല്ല കലി തീരുന്നവരോ. വേണ്ടല്ലോ. അല്ലെ വെറുതെ ഒരു ചോദിച്ചപ്പുറം ഒരു രസമാണെന്ന് പറയുന്നത് ഞങ്ങളുടെ ഹോബിയാന്ന് പറയുന്നത് അല്ലേ. അത്രേ ഉള്ളൂ. ഇതൊന്നും വീഡിയോ വരത്തില്ലല്ലോ നമ്മള്. അത്ര അതുകൊണ്ട് കുഴപ്പമില്ല. മാറടേ. ഇപ്പൊ ഒരു കമന്റ് പ്രതീക്ഷിക്കാം. എല്ലാരെയും നോക്കി ആരൊക്കെ ഉണ്ട്, ആരൊക്കെ വണ്ടിക്കകത്തുണ്ട്, എന്താണ് ചെയ്യുന്നത്. ഇവിടെ മാമിന്റെ ഐഡിയ വെച്ചൊന്ന് കയറി നോക്കിക്കാം. ഇവിടുത്തെ ഐഡിയ ഇവിടെ ഇങ്ങോട്ട് ഇറക്കാനാ പിന്നെ പാട്. ഇല്ല, ഇറക്കാൻ ഇതിനെക്കാട്ടി സിമ്പിളാ. അല്ല, ഇറക്കാനാ പാട്. കേറുന്ന പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴേ മാം ശരിക്കും വെള്ളം കുടിക്കുമെന്ന് ഓർത്തതാ. അല്ലേ അമ്പു? എന്താ കേറാനോ? ഈ അല്ല മാമിനെ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് തരാനാണ്. പക്ഷെ ഞങ്ങളെക്കാട്ടി നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് ചെറിയൊരു ആക്സിഡന്റ് കൊടുക്ക് വേണമെങ്കിൽ കൊടുത്തു. ഒറ്റട്ടേക്ക് വന്നുണ്ടെ നിർത്തുക. വേണ്ടാ അടുത്ത ബാക്ക് വീല് കയറാനും ചെറുതായിട്ടൊന്ന് ആക്സിലേറ്റ് കൊടുക്കും. ബ്രേക്ക് ഇനി അങ്ങോട്ട് ലെവൽ ചെയ്യണോന്ന് നോക്കൂ. ഇതിനി ഒറ്റയടിക്ക് ലെവൽ ചെയ്ത് പറ്റത്തില്ല. ഇതിനിയും പുറകോട്ട് എടുത്ത് സൈഡ് എടുത്ത് അങ്ങനെയൊക്കെ ആക്കി പോയിട്ട് മുമ്പ് വന്നല്ലോ അല്ലേ. പോയിട്ട് എന്ത് ചെയ്യണം? കുറച്ചും കൂടെ മുമ്പോട്ട് വന്നിട്ട് അവിടെ നിർത്ത്. ഇതുവരെ എന്റെ മോള് ചെയ്ത് ഓക്കെയാ. ഇത് വണ്ടി എങ്ങോട്ടാ ലെവൽ ചെയ്തിടേണ്ടത്? ഇതിങ്ങ് വന്നങ്ങോട്ട് പോണം. അപ്പൊ മോള് എങ്ങോട്ടാ ഇപ്പൊ തിരിക്കുന്നത്? ബാക്ക് എവിടെ വരണം? വണ്ടിയുടെ ബാക്ക് എവിടെ വരണം? ഈ സൈഡില്. പോരുത് ഇച്ചിരി മുന്നോട്ട്. ഞാൻ ഡ്രൈവ് ഇട്ട് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് എടുത്തേ. നേരത്തെ നമ്മൾ വന്നതുപോലെ വന്ന് നിൽക്കും. മുന്നോട്ട് നോക്ക്. ഇച്ചിരൂടെ നിക്കട്ടെ. ഇച്ചിരൂടെ മുന്നോട്ട് കയറ്റി വെച്ചോ. നിക്കട്ടെ. ഇനി റിവേഴ്സ് ഇട്ടെ. നമ്മളിപ്പോ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ചേർത്ത് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. ആ വീല് നേരെ ആക്കുന്ന മതി. ഓക്കെ, ഇനി ബാക്കോട്ട് നേരെ ഒന്ന് ഇറങ്ങ്. റിവേഴ്സ് ഇട്ടിട്ട് നേരെ ബാക്കിലേക്ക് ഇറങ്ങ്. നേരെ ഒന്നും ഇടിക്കാനില്ലല്ലോ, ഉണ്ടോ? അപ്പൊ ബാക്കിലേക്ക് പോവാം. വരട്ടെ ബാക്കിലേക്ക് വരട്ടെ. നിർത്ത്. ഓക്കെ, ഇനി ഡ്രൈവ് ഇട്. എന്നിട്ട് മാമിനെ ഏ സൈഡാ ചേർത്തിടണ്ടേ? അപ്പൊ പതുക്കെ റൈറ്റ്. വട്ടം കറക്കി തീർക്കരുത്. ഉരുട്ടി റൈറ്റിൽ പിടിക്കും വണ്ടിയെ. ലെവലി നിർത്തി ലെവലി. അതേ നോക്കിയിരിക്കാതെ മോളെ ഇങ്ങോട്ട് തിരിക്കും. നിർത്ത്. അങ്ങനെ വട്ടം കറക്കി തീർക്കരുത്. ഉരുട്ടി ലെവലാക്ക്. നിക്കട്ടെ. കിട്ടിയാ? എങ്ങനെയാണ് ലെവൽ ചെയ്തിടേണ്ടത്? ഇനി ഫുള്ളൊന്ന് തിരിച്ച് ലെഫ്റ്റിലേക്ക് ഫുള്ള് തിരിക്കും. എന്നിട്ട് ഒരു പൊട്ടിക്കനങ്ങിയ വണ്ടി പെട്ടെന്ന് നേരെ വരും. ഫ്രണ്ട് നോക്ക്. ജസ്റ്റ് ഒന്ന് അനക്കിയാൽ മതി. ഇച്ചിരി കൂടെ മതി. കണ്ടാ? വീല് നേരാക്കി. ഒരു റൗണ്ട് കൂടെ. ന്യൂട്രലാക്ക്. കിട്ടിയാ?
വെള്ളം വല്ലതും കുടിക്കണം. എങ്ങോട്ടാ വണ്ടി കൊണ്ടുപോകണ്ടേ? ഏത് സൈഡിലേക്ക്? അപ്പൊ അങ്ങോട്ടൊരു ബെൻഡ് കൊടുക്കും. അതിന്റെ വട്ടം കറക്കാനല്ല, ബെൻഡ് കൊടുക്കും. ചെറിയൊരു തിരിവ് വന്നിട്ടില്ല. ആ അങ്ങനെ ഉരുളും തോറും ആ ബെൻഡ് ഇട്ട് കൊടുത്തോണ്ടിരിക്കും വണ്ടി. അതിന് കൂടുതൽ വണ്ടി പതുക്കെ പോട്ടെ, കൂടുതൽ ബെൻഡ് കൊടുക്കും. അതന്നെ. ഞാൻ മിറർ നോക്കി, ലെഫ്റ്റ് സൈഡ് മിറർ നോക്കിക്കേ. മതിലോട്ട് അപ്പൊ അതുവരെ പോട്ടെ, ബാക്ക് കാണുന്നവരെ വിട്ടുവിടും. വണ്ടി കറക്റ്റ് റോഡിൽ കിട്ടും. കിട്ടിയില്ല? ഇറക്കിക്കോ. എൻ്റെ അവിടെ നിന്ന് വളഞ്ഞ് കയറിയോ, ഞങ്ങളിവിടെ കാണും. ഫ്രണ്ടിലെ വിഷ്വല് നോക്കി പതുക്കെ അനക്കി പോട്ടെ പോട്ടെ. നിർത്തിക്കുക. ഇപ്പൊ ചോട് നോക്കിക്കൊണ്ടിരിക്കരുത് കേട്ടാ. ആ വണ്ടിയുടെ ചോടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഒളിഞ്ഞു നോക്കുന്നതിനോട് നോക്കണമെങ്കിൽ നിർത്തിയിട്ടേ നോക്കാവുള്ളൂ. ഇവിടെ വരെ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ വന്നില്ലേ? ഇനി നോക്കിക്കും മുന്നിലെന്തോ മാറി. അങ്ങോട്ട് തന്നെ വെളിയിലോട്ട് ഇറക്കിയിട്ട് വീണ്ടും ഒന്ന് കയറി നോക്കാം. ബാ ലെഫ്റ്റ് ഇറങ്ങിയാൽ മതിയാ.
ദൂരെ നോക്കാം, അടുത്ത് നോക്കരുത്. തെങ്ങിന്റെ ചോട്ടയാണ്, തെങ്ങിന്റെ ചോട്ടയാണ്. വരുവോ? നേരെ കിട്ടുമ്പോ നേരെ ആക്കി ഇപ്പഴേ നേരെ ആക്കി കൊടുത്താൽ വണ്ടി വീട്ടിലാക്കി കിട്ടും. ആ അങ്ങനെ തന്നെ അങ്ങനെ പോകും. ഇതിനകത്ത് കയറി നമ്മൾ അങ്ങോട്ട് പോകുന്ന ആവശ്യമില്ല. ഇത് എന്തെങ്കിലും നിവർത്തി കൊടുത്താൽ വണ്ടി കണ്ടാ കിട്ടിയാ ബ്രേക്ക് ബ്രേക്ക് കിട്ടിയാ ഒറ്റയ്ക്ക് വന്നാണ്ട. ഇനി വേണമെന്ന് ഞങ്ങൾക്ക് പോരാന്ന് തോന്നിയാൽ ഒന്നുകൂടെ ബാക്കിലോട്ട് ഈ സൈഡ് ഒന്നുകൂടെ ലെവൽ ചെയ്തിട്ട് തിരിച്ചു ഒന്നും വേണം. നേരെ തന്നെ ബാക്കിൽ